ഹലോ, നമുക്ക് പരിപ്പ് മുരിങ്ങയൊക്കെ കറി വെച്ചാലോ? അതിനായിട്ട് പരിപ്പ് വേവിച്ചിട്ട് വെക്കുക. പിന്നെ നമ്മൾ മുരിങ്ങക്കായ ഇടണം. പിന്നെ അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ അതുപോലെ തക്കാളി, ഒരു ഹാഫ് തക്കാളി അരിഞ്ഞ് അതിലോട്ട് ഇടാം. അങ്ങനെ നന്നായി ഇളക്കി അത് നമ്മൾ കുക്കർ അടച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം. അതിനു മുമ്പ് നമ്മൾ അതിലോട്ട് കുറച്ച് പുളി ഇടണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. കുറച്ച് പുളിയുള്ളതാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് പുളി വേണം. അങ്ങനെ പുളി ഇടാം. അങ്ങനെ പുളി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുക. വേവിക്കുമ്പോൾ നമ്മൾ അധികം ഒരു വിസിലൊന്നും വരുത്തരുത്. നമ്മൾ ഒരു വിസിലാവുമ്പോഴേക്കും ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് വിസിൽ കളഞ്ഞ് വെക്കണം. അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക നന്നായി വേവ് കൂടിയിട്ടൊരു ജാതിയാവും. പിന്നെ നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് എടുക്കുക. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ അപ്പോഴേക്കും കുക്കർ തുറന്ന് നോക്കുക. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഉപ്പെല്ലാം നോക്കുക, പാകല്ലേന്ന് നോക്കുക. എന്നിട്ട് തിള വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ, അതും ഒന്നിട്ടിട്ട് പൊട്ടിക്കുക. അതും ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഈ പരിപ്പ് കറി റെഡിയായി. നല്ല എളുപ്പമുള്ള പരിപ്പ് കറിയാണിത്. എല്ലാവർക്കും എൻ്റെ പരിപ്പ് കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബായ്.